വിവാഹം എന്ന പ്രസ്ഥാനം മനുഷ്യൻ കണ്ടുപിടിച്ച കാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അവിഹിതം. ബൈബിളിൽ 2 കൽപ്പനകളുള്ള ഏക പാപവും അവിഹിതമാണ്. ഒന്ന്, അവിഹിതം പ്രവർത്തിക്കുന്നതിനെതിരെയാണെങ്കിൽ 2, അവിഹിതത്തെപ്പറ്റി ചിന്തിക്കുന്നത് പോലും പാപമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിലെ പല സമൂഹങ്ങളും അവിഹിതത്തിനെതിരെ വളരെ ക്രൂരവും മൃഗീയവുമായിട്ടുള്ള ശിക്ഷകളാണ് നടപ്പിലാക്കുന്നത്. പക്ഷേ എന്തൊക്കെയായാലും അവിഹിതം പ്രവർത്തിക്കുന്നതിൽ ആളുകൾക്ക് ഇന്നും യാതൊരു കുറവുമില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? നിങ്ങളുടെ പങ്കാളി അവിഹിതത്തിൽ ഏർപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അവിഹിതത്തെപ്പറ്റി വളരെയധികം ഗവേഷണങ്ങൾ നടത്തി പഠനങ്ങൾ പബ്ലിഷ് ചെയ്ത ഡോക്ടർ ഡിലൻ സെൽട്ടർമാൻ ആണ്. അദ്ദേഹം ഒരു സോഷ്യലും പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റും അമേരിക്കയിലെ പ്രസിദ്ധമായ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് ബ്രെയിൻ സയൻസസിൽ ജോലി ചെയ്യുന്ന അസോസിയേറ്റ് ടീച്ചിങ് പ്രൊഫസറുമാണ്. കൂടാതെ അദ്ദേഹം ഒരു ടെഡെക്സ് സ്പീക്കറും എ ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് എന്ന പേരുള്ള ഒരു പോഡ്കാസ്റ്റിൻ്റെ സഹ അവതാരകനും കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല, നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാരും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്നത് സയൻസ് അല്ല, കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ സദാചാരവും കെട്ടുകഥകളുമാണ്. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സോളജിസ്റ്റുകളെയും സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? സ്ത്രീയും പുരുഷനും അവിഹിതത്തിൽ ഏർപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ ഡിലൻ്റെ പഠനങ്ങൾ പ്രകാരം ആളുകൾ അവിഹിതത്തിൽ ഏർപ്പെടുന്നതിന് 8 പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തേത് ആ ദാമ്പത്യ ബന്ധത്തിൽ ഉള്ള അസംതൃപ്തിയും അത് സ്നേഹത്തിൻ്റെ കുറവും സെക്സിൻ്റെ അഭാവവും മുതൽ പങ്കാളിയോടുള്ള ഒരു വിദ്വേഷം വരെ ആകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ പങ്കാളികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു അസംതൃപ്തിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതല്ലാതെയും അവിഹിതത്തിലേക്ക് നയിക്കുന്ന വേറെയും കാരണങ്ങളുണ്ട്. അതിൽ ചിലതാണ് മാനസിക സമ്മർദ്ദം, മദ്യത്തിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന അവിഹിതം, സ്വന്തം ആത്മാഭിമാനവും സന്തോഷവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യവും ലൈംഗിക സ്വാതന്ത്ര്യവും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഏർപ്പെടുന്ന അവിഹിതം, അതുപോലെ തന്നെ ലൈംഗികതയിൽ വൈവിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന അവിഹിതം. ഈ ലൈംഗികതയിൽ വൈവിധ്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം പങ്കാളിയുമായിട്ടൊരു ലൈംഗിക സംതൃപ്തി ഉണ്ടെങ്കിൽ പോലും അവർ വേറെ ലൈംഗിക പങ്കാളികളെ തേടിക്കൊണ്ടിരിക്കും എന്നാണ് ഡോക്ടർ ഡിലൻ പറഞ്ഞത്. നമ്മൾ പലരും കരുതുന്നത് പോലെ ഈ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ദമ്പതികൾ മാത്രമല്ല അവിഹിതത്തിൽ ഏർപ്പെടുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ തികച്ചും സന്തുഷ്ടരാണ് എന്ന് പറയുന്ന ദമ്പതികളും അവിഹിതത്തിൽ ഏർപ്പെടാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഡോക്ടർ ഡിലൻ പറഞ്ഞത് സെക്സിലുള്ള ഒരു അസംതൃപ്തിയാണ് എന്നായിരുന്നു. ചില ദമ്പതികളിൽ സെക്സ് എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ പങ്കാളിയെ വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ സെക്സിന് വേണ്ടി മാത്രം അവിഹിതത്തിൽ ഏർപ്പെടാറുണ്ട് എന്ന് ഡോക്ടർ ഡിലൻ പറഞ്ഞു. ലൈംഗികതയിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് കൂടുതൽ വൈവിധ്യങ്ങൾ തേടുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ അവിഹിതം പോലെയുള്ള പ്രവൃത്തിയിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ പരക്കെയുള്ള ഒരു ധാരണ. ഈ ഒരു ചിന്താഗതിയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ തന്നെയാണ് കൂടുതൽ ലൈംഗിക വൈവിധ്യങ്ങൾ തേടുന്നത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഇത് സ്ത്രീകളുടെ ലൈംഗികതയ്ക്ക് സമൂഹം ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കുകൾ കൊണ്ടാവാം. എന്താണ് ഈ സമൂഹം ഏർപ്പെടുത്തിയ വിലക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികത അത് എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടാണ് നിർവചിച്ചു വച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, സെക്സിൽ വൈവിധ്യം ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ വളരെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ, സ്റ്റഡ് എന്നും പ്ലെയർ എന്നും ഒക്കെ വിളിച്ച് വാഴ്ത്തുമ്പോൾ, സെക്സിൽ വൈവിധ്യം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ സ്ലട്ടെന്നും പിഴച്ചോളെന്നും ഒക്കെയാണ് മുദ്ര കുത്തുന്നത്. അപ്പം ഈ ഒരു വ്യക്തമായ വേർതിരിവ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് കാരണം സെക്സിൽ വൈവിധ്യം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ അവരുടെ യഥാർത്ഥ താല്പര്യം ഒരിക്കലും പുറത്ത് പറയുവാനായിട്ട് ധൈര്യം കാണിക്കാറില്ല. അതുപോലെ തന്നെ ഡോക്ടർ ഡിലൻ സൂചിപ്പിച്ച വേറൊരു കാര്യം, ഈ ലൈംഗികതയിൽ പുരുഷന്മാരെ പോലെ തന്നെ വൈവിധ്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ
പലപ്പോഴും ആ താല്പര്യം വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പുരുഷന്മാരെ തങ്ങളുടെ ലൈംഗിക സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടിയൊക്കെ ശ്രമിക്കുമോ എന്നുള്ള ഒരു സംശയമാണ്. അതായത് വെറുതെ ലൈംഗിക പങ്കാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് മാത്രം തങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല എന്നുള്ള ചിന്ത. വിവാഹം എന്ന് പറയുന്ന പ്രസ്ഥാനം മനുഷ്യൻ കണ്ടുപിടിച്ച അന്നു മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. ലോകത്തിലെ പല സമൂഹങ്ങളും അവിഹിതത്തിനെതിരെ വളരെ ക്രൂരവും മൃഗീയവുമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ട് പോലും ഈ അവിഹിതം എന്ന് പറയുന്ന പ്രതിഭാസം നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞുകൂടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരു പങ്കാളിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മൃഗമല്ല എന്ന്. ഇതിൻ്റെ മറുപടിയായിട്ട് ഡോക്ടർ ഡിലൻ പറഞ്ഞത് ഈ ആധുനിക മനുഷ്യൻ, അതായത് നിങ്ങളും ഞാനുമൊക്കെ അടങ്ങുന്ന ഈ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഈ പരിണാമത്തിലൂടെ കിട്ടിയ കഴിവാണ് മനുഷ്യനെ ഏത് സാഹചര്യത്തിലും, അത് മരുഭൂമിയിലായാലും മഞ്ഞുകട്ടയുടെ മുകളിലായാലും ഒക്കെ ജീവിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഭൂഖണ്ഡത്തിലും അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഭക്ഷണത്തിനനുസരിച്ചും അവിടെ നിലനിൽക്കുന്ന സാമൂഹിക രീതികൾക്കനുസരിച്ചുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെയും ബന്ധങ്ങളെയും ഒക്കെ മാറ്റാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഡോക്ടർ ഡിലൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഈ വിവാഹം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ജീവിക്കാനുള്ള ഒരു കഴിവ് പോലെ തന്നെ, അതായത് ഒരു പങ്കാളിയുമായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഓപ്പൺ റിലേഷൻഷിപ്പിലും ഒന്നിലേറെ പങ്കാളികളുമായിട്ട് ജീവിക്കാനും പറ്റും. മനുഷ്യരുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ, അതായത് ലൈംഗിക ആഭിമുഖ്യം പോലെ തന്നെ ബന്ധങ്ങളിലും ഒരു ആഭിമുഖ്യമുണ്ട് എന്നാണ് ഡോക്ടർ ഡിലൻ പറഞ്ഞത്. എല്ലാ വ്യക്തികളിലും ഈ വിവാഹം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരുപോലെ വർക്കാവത്തില്ല. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ആഭിമുഖ്യം എന്ന് പറയുന്നത് പല പങ്കാളികളുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നതിനോടായിരിക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ സ്വയം നാണക്കേടോ കുറ്റബോധമോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല എന്നും ഡോക്ടർ ഡിലൻ പറഞ്ഞു. കാരണം ഈ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനുഷ്യനെ ഏക പങ്കാളിയുമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയായിട്ടോ അല്ലെങ്കിൽ പല പങ്കാളികളുമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയായിട്ടോ ഒന്നും നിർവചിക്കാൻ പറ്റാത്തത്. ഇവ രണ്ടും മനുഷ്യന് സാധ്യമായ റിലേഷൻഷിപ്പ് മോഡലുകളാണ്.